ദേശീയ ആരോഗ്യ ദൗത്യം പുറത്തിറക്കിയ സർക്കുലർ ഉന്നമിട്ടാണ് സമരത്തെ പൊളിക്കാനുള്ള സർക്കാരിന്റെ പുതിയ ശ്രമം. NHM ഉത്തരവ് പ്രവർത്തകർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കാനുള്ള ദുഷ്ടബുദ്ധിയോടുള്ള നീക്കമാണെന്നാണ് സമരക്കാരുടെ വിമർശനം. പ്രവർത്തകർക്കിടയിൽ ഒരാശങ്കയുമില്ലെന്നും സമരം അതിശക്തമായി തുടരുമെന്നും ആശമാർ അറിയിച്ചു. കാരണം ആദ്യമേ NHM ഡയറക്ടറേറ്റ് ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട്, അതും വകവയ്ക്കാതെയാണ് ആശാവർക്കർമാർ ഈ സമരമായിട്ട് പോകുന്നത് അവർക്ക് മനസ്സിലായി. കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോഷക സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും ബൗദ്ധിക കേരളമൊക്കെ ഇതിനോടകം ഈ സമരപ്പന്തൽ സന്ദർശിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി 20-ാം ദിവസം എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നിയമസഭാ മാർച്ചിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാ കാലവും ഈ സമരം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഫീൽഡിൽ പ്രവർത്തിക്കാൻ പോകേണ്ടുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് സമരം എത്രയും വേഗം സർക്കാർ ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അഭിസംബോധന ചെയ്യാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരവേദിയിലെത്തി. ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും സമരത്തെ ആരും താഴ്ത്തിക്കിട്ടാൻ ശ്രമിക്കേണ്ടതില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥയുണ്ടാകും, അരക്ഷിതാവസ്ഥയുണ്ടാവുന്നു. രണ്ടും ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാൻ ആവശ്യപ്പെടാം. സമരം ചെയ്യുന്ന ആശമാർക്ക് പകരം ഹെൽത്ത് സ്കീമിലൂടെ പുതിയ വോളണ്ടിയർമാരെ കണ്ടെത്തി എല്ലാ ജില്ലകളിലും പരിശീലനം നൽകാനാണ് മാർഗനിർദ്ദേശം. നിർദ്ദേശങ്ങളും ഭീഷണികളും അവഗണിച്ച് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ മറ്റന്നാൾ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.